നിങ്ങൾ ക്ലാസ്സിൽ പോയി വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുവാണോ? എന്താ അകത്തോട്ട് കയറാത്തെ? നീ എന്തിനാടി കുണിക്ക് കരയണേ? ഇന്നും ആരോടെങ്കിലും തല്ലു പിടിച്ചോ? ടീച്ചർ വഴക്ക് പറഞ്ഞാണോ നീ കരയുന്നേ? അങ്ങനെ കരയാനാണെങ്കിൽ ഞാനും നീതുമോളൊക്കെ ഇവിടെ എന്തായിരിക്കണം? നിനക്ക് വേറെ പണിയില്ലേ? നീ അകത്തോട്ട് വാ. LKG തോപ്പിക്കുന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതെ, പരീക്ഷ അടുത്ത ആഴ്ചയല്ലേ, അതിന് ഇന്ന് ഇവള് കരയണ എന്തിനാ? കുണുക്കൻ എത്ര പറഞ്ഞാണോ നീ കരയുന്നേ? അതല്ല, ടീച്ചർ പറഞ്ഞ കുടുക്കനെ LKG തോപ്പിക്കുന്നു. കുടുക്കാനല്ലേ UKG കുടുക്കുമ്പോൾ തോറ്റു പോകും. എന്റെ പൊന്നു കുണുക്കി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അങ്ങനെ LKG-ലൊന്നും ആരെയും തോപ്പിക്കൂല. LKG-യിൽ 1-ാം ക്ലാസ്സിലൊക്കെ എല്ലാ കുട്ടികളെയും ജയിപ്പിച്ചു വിടും. വലിയ വലിയ ക്ലാസ് എത്തുമ്പോഴാണ് തോപ്പിക്കുന്നേ. നീ ഇതൊക്കെ വിശ്വസിച്ചോ? ഇവളെ ടീച്ചർ തോപ്പിക്കും. എന്റെ പൊന്നു കുണുക്കി, നീ ഈ കുണുക്കൻ പറയണൊന്നും കേക്കണ്ട. നീ അകത്തോട്ട് വാ. അയ്യോ, കുണിക്കുമ്പോൾ കരയുവാണോ? എന്താടി നിത്യേ? എന്താ കൊച്ചിന് പറ്റിയേ? അയ്യോ, ഒന്നുമില്ലമ്മേ. എന്തിനാ കുണിക്കി നീ കരയുന്നേ? LKG-യിൽ തോപ്പിക്കുമെന്നോ? അതെന്താ? നീ എന്താ കുണിക്ക് ഉത്തരവൊന്നും പറയാനേ? ഞാൻ നിന്നെ കൊടുക്കണേ ഒരേപോലെയല്ലേ ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നേ? എന്നിട്ട് നീ എല്ലാം മറന്നുപോയോ? എന്റെ പൊന്നമ്മേ, അതൊരു കൊച്ചല്ലേ, അത് ചിലപ്പോ മറന്നുപോയി കാണും. ഫോണിലെ കാര്യങ്ങളെല്ലാം ഇവക്കറിയാലോ. ടിവിയിലെ കാർട്ടൂണിന്റെ പേരും അറിയാം. ബുക്കിലെ കാര്യം മാത്രം എങ്ങനെ മറന്നു പോണത്? അമ്മ അതിന് LKG-യിൽ തോപ്പിക്കൊന്നുമില്ല, അത് അമ്മക്കറിയില്ലേ? LKG-യിൽ തോപ്പിക്കണത് ജയിപ്പിക്കണതാണോ വിഷയം? ഒന്നും അറിയാതെ UKG-യിലോട്ട് പോയിട്ട് എന്തിനാ? ഇപ്പൊ കിടന്ന് കരയുന്നു. നീ അകത്തോട്ട് വാ. ഇനി നീ ഫോണോ ടിവിയോ എടുക്ക്. നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുവാ ഇനി. നീ എന്ത് നോക്കി നിൽക്കുക? 10-ാം ക്ലാസ്സുകാരിയാ. പരീക്ഷ ഇങ്ങ് അടുത്തു. പോയിരുന്ന് പഠിക്കടി. ദൈവമേ, നാളെ എക്സാമിന് ഞാൻ എന്ത് എഴുതി വെക്കും? ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് പേടിയാവുന്നു. എന്റെ കൂട്ടുകാരി സ്വാതി പറഞ്ഞ പോലെ കോപ്പി അടിച്ചാലോ? പേപ്പറിൽ എഴുതിക്കൊണ്ടു പോയാലോ? നീ എന്താ ബുക്ക് തുറന്ന സ്വപ്നം കാണുവാണോ? അല്ല. നീ എന്തിനാടി കരയണേ? ഇത് കണ്ടു നിത്യ ചേച്ചി, നാളെ എക്സാം. സമയവും പോയി. എനിക്ക് ഇനി 3-4 ചാപ്റ്റർ കൂടി പഠിക്കാനുണ്ട്. ഞാൻ തൊട്ട് പോലും നോക്കിയിട്ടില്ല. ബെസ്റ്റ്. നല്ല ആളോടാ നീ പറയണേ. എനിക്കും പരീക്ഷയല്ലേ, എനിക്ക് എന്തോരം പഠിക്കാനുണ്ട്. എന്നിട്ട് ഞാൻ നിന്നെ പോലെ കരയുന്നുണ്ടോ? ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? നീ ചോദിക്ക്. ചേച്ചി കോപ്പി അടിച്ചിട്ടുണ്ടോ? അതെന്താടി നീതുമോളെ നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ അമ്മേനോടോ അച്ഛനോടോ പറയൂല. ചേച്ചി പറ, കോപ്പി അടിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും നീതുമോളെ. കഷ്ടപ്പെട്ട് പഠിച്ചാ ഞാൻ പരീക്ഷ എഴുതണേ. അവള് കോപ്പി അടിച്ചിട്ടുണ്ടോന്ന്. അതല്ല ചേച്ചി, ഞാനിപ്പോ എന്റെ സ്വാധീനം വിളിച്ചിരുന്നു. അവള് പറയാ നമുക്ക് കോപ്പി അടിക്കാം, നീ നാളെ ഒരു പേപ്പറിൽ കോപ്പി അടിക്കാനുള്ളത് എഴുതി കൊണ്ടുവരാൻ. എന്റെ പൊന്നു നീതുമോളെ, നീ മണ്ടത്തരൊന്നും കാണിക്കല്ലേട്ടോ. കോപ്പി അടിച്ചാലേ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊണ്ടുപോകും. പിന്നെ പാരന്റ്സിനെ വിളിപ്പിക്കും, സ്കൂളിൽ പേരൊക്കെ അനൗൺസ് ചെയ്യും. ആകെ നാണക്കേടാവും. നിനക്ക് മാത്രമല്ല, എനിക്ക് നാണക്കേടാ. എന്റെ അനിയത്തി കോപ്പി അടിച്ച് പിടിച്ചെന്ന് പറയും. അതിന് പിടിക്കാതെ നോക്കിയാ പോരെ? ഓഹോ, അപ്പൊ കോപ്പി അടിക്കാനാണല്ലേ പ്ലാൻ? ഞാൻ അതെ അമ്മേനോട് പറഞ്ഞിട്ട് വരാം. അയ്യോ ചേച്ചി വേണ്ട, അമ്മേനോട് പറയില്ലേ, ഞാൻ കോപ്പി അടിക്കൂല. നീ അറിയാവുന്ന എഴുതിയാ മതി, കേട്ടല്ലോ. തോക്കണമെങ്കിൽ തോക്കട്ടെ, ഞാൻ അറിയാവുന്ന മാത്രമേ എഴുതുന്നുള്ളൂ. അയ്യോ, സ്കൂളെത്തി. സ്കൂളിനെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. നീതുമോളെ, നീ വന്നോ? എടി നന്ദനെ, എനിക്ക് പേടിയാകുന്നു. ലാസ്റ്റ് 2 ചാപ്റ്റർ തൊട്ട് നോക്കാൻ സമയം കിട്ടിയില്ല. അതിനാണോ നീ വിഷമിക്കടേ? ലാസ്റ്റ് 2 ചാപ്റ്റർ മാത്രമല്ലേ നീ നോക്കാത്തെ? ഞാൻ പകുതി ചാപ്റ്റർ പോലും പഠിച്ചിട്ടില്ല. എനിക്ക് ഒരു സങ്കടവും ഇല്ലല്ലോ. പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞ് ഈ ക്ലാസ്സിൽ തന്നെ തോപ്പിച്ചിരുത്തോ? അങ്ങനെയൊന്നുമില്ല, എല്ലാ പിള്ളേരും ജയിപ്പിക്കും. എന്റെ ചേച്ചി പറഞ്ഞല്ലോ, ഞാൻ ആ ധൈര്യത്തിൽ ഇരിക്കുക. എന്നാലും എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ടടി, നമുക്ക് അകത്തേക്ക് പോകാം, വാ. തീയക്കുട്ടി, നീ വന്നോ? ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. എന്തിനാടി നീ പേടിക്കുന്നേ? ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടില്ലടി. അതിനാണോ നീ പേടിക്കുന്നേ? സില്ലി ഗേൾ. നീ എന്തിനാടി ചിരിക്കുന്നേ? നീ എല്ലാം പഠിച്ചു കഴിഞ്ഞോ? എനിക്കെന്തായാലും ഫുൾ മാർക്ക് ഉണ്ടാവും. ഫുൾ മാർക്കോ? നീ അപ്പൊ വീട്ടിലിരുന്ന് നല്ലോണം പഠിച്ചൂല്ലേ? ആര് പഠിക്കാൻ? ഞാൻ പഠിച്ചൊന്നുമില്ല. ഇന്നലെ ഫുള്ള് ഞാൻ എൻ്റെ ഐഫോണിൽ ഗെയിം കളിക്കുമായിരുന്നു. ഫോണിൽ ഗെയിം കളിച്ചെന്നോ? ഈ പരീക്ഷയെന്ന് കേട്ടപ്പോ മുതലേ എൻ്റെ അമ്മ എന്നെ ഫോൺ തൊടാൻ സമ്മതിച്ചിട്ട് പോലുമില്ല. നീ എൻ്റെ കൂടെയല്ലേ ഇരിക്കുന്നേ? നിന്നെ ഞാൻ ജയിപ്പിക്കാം പരീക്ഷക്ക്. അതെങ്ങനെയാ തീയക്കുട്ടി? നീ പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ നീ എന്നെ എങ്ങനെ ജയിപ്പിക്കും? നീ ഇത് കണ്ടോ? എന്താ ഇത്, പ്രിന്റഡ് നോട്ട്സോ?
എക്സാമിന് വരുമെന്ന് പറഞ്ഞ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ എൻ്റെ പുതിയ പ്രിൻ്ററിൽ പ്രിൻ്റ് എടുത്തോണ്ട് വന്നിരിക്കുക. എടി ഇത് പ്രിൻ്റ് എടുത്തിട്ട് എന്താ കാര്യം? ഇത് പഠിക്കണ്ടേ? എടി മണ്ടി, ഇത് ഞാൻ കോപ്പി അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എൻ്റെ പൊന്നു ടീയക്കുട്ടി, എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ നോക്കി എഴുതണേ. ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ പേപ്പർ നിനക്ക് തരാം, നീ അത് നോക്കി എഴുതിക്കോളൂ. മിസ് കണ്ടാ പിന്നെ പ്രശ്നമാകട്ടോ, പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ടുപോകും. അവരൊന്നും കാണാതെ എഴുതാനുള്ള കഴിവ് എനിക്കുണ്ട്, നീ കണ്ടോ? അയ്യോ, ബെല്ലടിച്ചു. നീയല്ലേ പറഞ്ഞത് ടീയ എല്ലാം കോപ്പി അടിച്ച് എഴുതാൻ പോവാണെന്ന്, എന്നിട്ട് നീ ഇപ്പം എന്തിനാ ബുക്ക് വായിക്കുന്നേ? ഓ, ഒന്ന് പതിയെ പറയേ, ആരെങ്കിലും കേൾക്കും. കോപ്പി അടിച്ചാൽ ഞാൻ പരീക്ഷ എഴുതാൻ പോണേ. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് എടുത്ത് ഇങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് സംശയം തോന്നും. എൻ്റെ പൊന്നിന് ഇത് മോളെ, ഇതൊക്കെ ഒരു സില്ലി ആയിട്ട് കണ്ടാൽ മതി. വന്നപ്പോൾ മുതൽ അവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുക, പഠിച്ചിട്ടില്ല എന്നും പറഞ്ഞ്. നീ എന്തായാലും ജയിക്കും. 2 ചാപ്റ്ററല്ലേ നിനക്ക് കവർ ചെയ്യാൻ പറ്റാതിരുന്നുള്ളൂ, ബാക്കി എഴുതാമല്ലോ. ഇനി ഞാൻ പഠിക്കാത്ത ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലായിടത്തുനിന്നും കൂടിയ ക്വസ്റ്റ്യൻ വരും. നീ ഒന്ന് കൂളായിട്ടിരിക്കെ. ആ കോപ്പി അടിക്കാനുള്ള പേപ്പറൊക്കെ എവിടെ ചെയ്യാ? അതൊക്കെ എൻ്റെ ബാഗിലുണ്ട്. സെക്കൻഡ് ബെൽ അടിക്കുമ്പോഴേക്കും എല്ലാവരും ധൃതി പിടിച്ച് കയറില്ലേ, ആ സമയത്തിന് ഞാനതെല്ലാം എടുത്ത് എൻ്റെ പോക്കറ്റിൽ ഇടും. അയ്യോ, ടീച്ചർ വരുന്നു. ഇതെന്താടി ടീയ കുട്ടി, ടീച്ചർ നേരത്തെ വരുന്നേ? ആഹാ, എല്ലാരും നല്ല പഠിത്തത്തിലാണല്ലോ. ഇപ്പൊ ഈ കാണിക്കുന്ന വെപ്രാളം ധൃതി 1 മാസം മുന്നേ കാണിച്ചെങ്കിൽ എന്തായാലും എക്സാമിന്റെ സമയത്ത് നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. മിസ്സേ, സെക്കൻഡ് ബെൽ അടിച്ചില്ല. അതെന്താടോ, സെക്കൻഡ് ബെൽ അടിച്ചാൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ? അതല്ല മിസ്സേ, എക്സാം തുടങ്ങാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട്. എനിക്കറിയാം. ഞാൻ നിങ്ങളെ എല്ലാം ഒന്ന് പരിശോധിക്കാൻ വന്നതാ. പരിശോധിക്കാനോ? അപ്പുറത്തെ ഡിവിഷനിലെ കുട്ടിയെ കോപ്പി അടിച്ച് പിടിച്ചു. പ്രിൻസിപ്പലിന്റെ ഓർഡറാ എക്സാമിന് 10 മിനിറ്റ് മുമ്പ് വന്ന് നിങ്ങളെയൊക്കെ പരിശോധിക്കണമെന്ന്. കോപ്പി അടിക്കാനുള്ള പേപ്പറൊന്നും വെച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണമെന്ന്. അതുകൊണ്ട് വന്നതാ ഞാൻ. ഓരോരുത്തരായിട്ട് ക്യൂ നിൽക്ക്. നിങ്ങളുടെ ബാഗും എടുത്തോ. എന്ത് ചെയ്യും ടീയ കുട്ടി, ഇപ്പൊ പിടിക്കും നിന്നെ. ഓ, ഈ ടീച്ചറിനെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല, ഇപ്പൊ പിടിക്കും ടീച്ചർ നിന്നെ. മിസ്സേ, എന്നെ പരിശോധിച്ചോ? ഇതെന്റെ ബാഗാ, ഞാൻ കോപ്പി അടിക്കാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അമ്മ എന്നെ കൊല്ലും. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങളൊന്നും ഉറപ്പുവരുത്തുന്നു മാത്രം. അപ്പുറത്തെ ഡിവിഷനിലെ കുട്ടി ചെയ്ത പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുർബുദ്ധി തോന്നിയെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, അല്ലാതെ നിങ്ങളെ ആരെയും ശിക്ഷിക്കാനല്ല. സുമ ടീച്ചറെ, ടീച്ചറിനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. എന്നെയോ? ഞാനിപ്പോഴാണല്ലോ പ്രിൻസിപ്പളിന്റെ അടുത്തുനിന്ന് വന്നത്. എക്സാം ഡ്യൂട്ടി ചെയ്യുന്ന ടീച്ചർമാർക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. എന്തോ പറയാനാണ് എല്ലാവരോടും കൂടി, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ, ശരി, ഞാനിപ്പോൾ വരാം. എല്ലാവരും നല്ല കുട്ടിയായിട്ട് ഇവിടെ നിന്ന് പഠിക്കേ. ഞാനിപ്പോൾ വരാട്ടോ. ഓ, കോപ്പി പരിശോധിക്കാൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ആരും കോപ്പിയൊന്നും അടിക്കാൻ പോകുന്നില്ല. അത് ശരിയാ. ഓ, ടീച്ചർ പോയി, ഭാഗ്യം. കുട്ടി, ടീച്ചർ പോയത് 5 മിനിറ്റ് മീറ്റിംഗിലേക്കാ. ഇപ്പൊ തന്നെ ഓടി വരും. ഇത് ചെക്ക് ചെയ്താലോ? ടീച്ചർ വരുമ്പോഴേക്കും എക്സാം തുടങ്ങാൻ സമയമാകും. പിന്നെ ചെക്ക് ചെയ്യാൻ ഇവിടെ സമയം കിട്ടും. എടി, അപ്പുറത്തെ ഡിവിഷനിലെ കുട്ടീനെ പിടിച്ചതുകൊണ്ട് നന്നായിട്ട് ചെക്ക് ചെയ്യും. നമുക്ക് കോപ്പി അടിക്കാൻ ഒന്നും പറ്റത്തില്ല. നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? നീ ആ പേപ്പർ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാടി ടീ കുട്ടി ചിരിക്കുന്നേ? സന്തോഷം കൊണ്ടാടി. കുറെ നാളായി ഞാൻ ഈ നീതുമോക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് കരുതുന്നത്. ഇപ്പോഴാ അതിന് പറ്റിയ അവസരം കിട്ടിയേ. എന്തവസരം? ഞാൻ പറയണ പോലെ നീ കേക്ക്. നീ നീതുമോളുടെയും കൂട്ടരുടെയും അടുത്ത് പോയി വർത്താനം പറ. അവരുടെ ശ്രദ്ധ തിരിക്കണം. ആ സമയത്ത് നീതുമോളുടെ ബാഗില് ഞാൻ കൊണ്ടുവന്ന പ്രിന്റ് ഔട്ടുകൾ വെക്കും. കോപ്പി അടിക്കാൻ കൊണ്ടുവന്നത് അവളാണെന്ന് കരുതി അവളെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കൊണ്ടുപോക്കോളും. അത് വേണോ ടീയ? വേണം. നീ വേഗം ഞാൻ പറയണ പോലെ ചെയ്യേ. അവരുടെ ശ്രദ്ധ തിരിക്കേ. ഗൈസ്, എനിക്ക് പേടിയാവുന്നു. നിങ്ങളെല്ലാരും പഠിച്ചോ? നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേക്കണെന്ന്? ടീയ കുട്ടിയുടെ ഫ്രണ്ട് അല്ലേ? നീ ഞങ്ങളോടൊന്നും മിണ്ടില്ലായിരുന്നല്ലോ. ഞാൻ പേടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. ഞാൻ വന്നതേ എനിക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ ആ ഇമ്പോർട്ടൻ്റ് ആന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചു തരാമോ? ഇപ്പോഴോ? എക്സാം തുടങ്ങാൻ 5 മിനിറ്റേ ഉള്ളൂ. അതിന്റെ നോട്ട്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ടീയക്കുട്ടിയുടെ കയ്യിലും ഇല്ല. അതാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അതെത്ത് ബിഗ് പാരഗ്രാഫ് ആണെന്നറിയോ? അതിപ്പോ കാണിച്ചു തന്നിട്ട് നീ ഒന്നും ചെയ്യാൻ പോണില്ല. അവൾക്ക് കാണിച്ചു കൊടുത്തേക്ക് 1-2 പോയിന്റ് കിട്ടി അവൾക്ക് എഴുതാമല്ലോ. എന്നാ നീ കാണിച്ചു കൊടുക്കുന്ന ഇത് മോളെ. നീ നോക്ക്, ഇതാണ് ആ ഇമ്പോർട്ടന്റ് പാരഗ്രാഫ്.
യെസ് യെസ്, ഇത് തന്നെയാണ് നീതുമോളുടെ ബാഗ്. ഇതിലേക്ക് ഇടാൻ വേഗം പ്രിന്റ് ഔട്ട്. ഇവളുടെ ബാഗിൽ തന്നെ ഇരിക്കട്ടെ അത്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല. അവളെ ഇന്ന് മിസ് പിടിക്കും, പ്രിൻസിപ്പലിന്റെ റൂമിലാക്കും. അവളെ അത് പറഞ്ഞ് കളിയാക്കി കൊല്ലണം.